കാസർഗോഡ് കുണ്ടംകുടിയിൽ പ്രധാനാധ്യാപകരിൽ നിന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത ബാലാവകാശ കമ്മീഷന്. കേസ് ഒഴിവാക്കാൻ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്ന് ബാലാവകാശ കമ്മീഷണർ അംഗം ബി മോഹൻകുമാർ പറഞ്ഞു. വിശദമായി അന്വേഷിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനാധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ബി മോഹൻകുമാർ പറഞ്ഞു. കമ്മീഷണർ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ ഇത് സ്വമേധയാ കേസെടുക്കുകയാണുണ്ടായത്. പോലീസിന്റെ എഫ്ഐആർ ഇട്ട് 75 ഉൾപ്പെടെയുള്ള സെക്ഷൻ ചേർത്തുകൊണ്ട് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അധ്യാപകർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ട് അത് ഒത്തുതീർപ്പിന് ശ്രമിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിപ്പോ കുട്ടിയുടെ അമ്മ തന്നെ ഇക്കാര്യം കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ശ്രമം നടത്തിയിരുന്നുവെന്നും സാമ്പത്തിക ആനുകൂല്യം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ എന്തോ കാര്യമായി ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായിട്ട് പരിശോധന നിർവഹിക്കണമെന്ന നിലയിൽ ബന്ധപ്പെട്ട പോലീസിനോട് നിർദ്ദേശം നൽകുന്നു. അർച്ചന രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. അർച്ചന, ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ബാലാവകാശ കമ്മീഷന് കുട്ടി മൊഴി നൽകി കഴിഞ്ഞോ? ഇന്നലെ PTA പ്രസിഡന്റിന്റെ പ്രതികരണം പൂർണ്ണമായും അധ്യാപകന് അനുകൂലമായിരുന്നു. കുട്ടിക്ക് ചികിത്സയ്ക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നാണ് PTA പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇത് 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കേസ് ഉണ്ടാക്കരുത് എന്നാവശ്യപ്പെട്ടു എന്ന വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്ന അർച്ചന? മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷനും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ പ്രതികരണം തന്നിരിക്കുന്നത്. കുട്ടിയുടെ കരണത്തടിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഒരു മാതാപിതാക്കളടക്കം ഇത്തരത്തിലും കുട്ടീനെ വാഗ്ദാനം, അതായത് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ്. അതായത് PTA പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ 1 ലക്ഷത്തോളം രൂപ വാഗ്ദാനം ചെയ്തു എന്ന കാര്യം മാതാപിതാക്കൾ അടക്കം പറഞ്ഞിരുന്നു. തുടർന്നാണ് PTA പ്രസിഡന്റ് ഇന്നലെ അത്തരത്തിലൊരു പണം വാഗ്ദാനം ചെയ്തതെന്ന കാര്യം അതിലൊരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്, അല്ലാതെ മറ്റൊരു ഉദ്ദേശം അതിനില്ല എന്ന കാര്യം ഇതിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷനും ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കേസ് ഒഴിവാക്കാൻ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യമായി വിശദമായി അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. എന്തായാലും പോലീസും DDയും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ അംഗം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനയും. ഇന്ന് പോലീസ് കേസെടുത്ത സാഹചര്യം തന്നെയുമായിരുന്നു. അർച്ചന രവീന്ദ്രനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.